ലോകരാജ്യങ്ങളെ അതീവ ആശങ്കയിലാഴ്ത്തിക്കൊണ്ട് റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ ആണവ അന്തർവാഹിനിയായ ഖബറോവ്സ്ക് ഔദ്യോഗികമായി പുറത്തിറക്കി. ഈ അന്തർവാഹിനിയെ ലോകം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വഹിക്കാൻ സാധിക്കുന്ന പോസിഡോൺ എന്ന ആണവ ഡ്രോണുമായി ബന്ധപ്പെട്ടാണ്. ഡൂംസ്ഡേ മിസൈൽ എന്നും അറിയപ്പെടുന്ന ഈ ആയുധം ഒറ്റ പ്രഹരത്തിലൂടെ തീരദേശ രാജ്യങ്ങളെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ ശേഷിയുള്ളതാണെന്ന് പറയപ്പെടുന്നു. റഷ്യൻ നാവികസേനയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന മുഹൂർത്തമായാണ് ഈ കപ്പലിന്റെ പുറത്തിറക്കൽ കണക്കാക്കുന്നത്. റഷ്യൻ നാവികസേന മേധാവി അഡ്മിറൽ അലക്സാണ്ടർ മൊയ്സേവ് ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ചടങ്ങിൽ ഇന്ന് ഞങ്ങൾക്ക് ഒരു സുപ്രധാന ദിവസമാണ്. ഇവിടെ നിന്ന് ഞങ്ങൾ ഭീമാകാരമായ ആണവോർജ മിസൈൽ ക്രൂയിസർ ഖബറോവ്സ്ക് പുറത്തിറക്കിയിരിക്കുന്നു എന്ന് പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞിട്ടുമുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗിലെ വിദഗ്ധർ ഒരുമിച്ചുകൊണ്ടാണ് ഈ അന്തർവാഹിനി രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 10,000 ടൺ ഭാരവും 113 മീറ്റർ നീളവും ഈ അന്തർവാഹിനിക്കുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ബോറി ക്ലാസ് അന്തർവാഹിനികളുടെ രൂപകൽപ്പനയുമായി ഇതിന് സാമ്യമുണ്ടെങ്കിലും ബാലിസ്റ്റിക് മിസൈൽ ഭാഗം ഒഴിവാക്കിയതിനാൽ ഇത് താരതമ്യേന ചെറുതാണ്. ശ്രദ്ധേയമായ ഒരു കാര്യം, ഇന്ത്യയുടെ INS വിക്രമാദിത്യ കപ്പലും മുൻപ് നവീകരിച്ചിരുന്നത് ഈ സെമാഷ് കപ്പൽശാലയിൽ നിന്നായിരുന്നു. ഖബറോവ്സ്ക് അന്തർവാഹിനിയുടെ യഥാർത്ഥ ശക്തി അതിൻ്റെ ആയുധമായ പോസിഡോൺ ആണവ ഡ്രോണിലാണ്. അതായത് ഓരോ അന്തർവാഹിനിക്കും 6 പോസിഡോൺ ഡ്രോണുകൾ വരെ വഹിക്കാൻ കഴിയുമെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. പോസിഡോൺ ഡ്രോണിന് അതിൻ്റെതായ ചെറിയ അണുശക്തി റിയാക്ടർ ഉപയോഗിച്ച് പ്രവർത്തിക്കാൻ കഴിയുമെന്നും ഇതിന് അനന്തമായ പ്രവർത്തന പരിധി നൽകുന്നുവെന്നും പറയുന്നു. അതിനാൽ തന്നെ ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ആയുധമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. പരമ്പരാഗത അന്തർവാഹിനികളെക്കാൾ കൂടുതൽ വേഗത്തിൽ വളരെ ആഴത്തിൽ സഞ്ചരിക്കാൻ പോസിഡോണിന് കഴിയുമെന്നും പറയുന്നു. ഇത് നിലവിലെ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്കും ആന്റി സബ്മറൈൻ വാർഫെയർ സാങ്കേതിക വിദ്യകൾക്കും കണ്ടെത്തുവാനും തടയാനും ഏറെക്കുറെ അസാധ്യമായിരിക്കും. ഒരു ആണവ പോർമുന വഹിക്കുന്ന പോസിഡോൺ തീരദേശത്തിന്റെ നഗരങ്ങളെ ലക്ഷ്യമിട്ട് കടലിന്റെ അടിത്തട്ടിൽ വെച്ച് പൊട്ടിത്തെറിച്ച് വലിയ സുനാമിയോട് കൂടിയ ആണവ വികരണം സൃഷ്ടിച്ച് ഈ പ്രദേശത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ശേഷിയുള്ളതാണ്. ഇത് റഷ്യയുടെ തന്ത്രപരമായ അണുശക്തി പ്രതിരോധ ശേഷി ഉറപ്പാക്കുന്നതിനുള്ള ഏറ്റവും പുതിയ മാർഗമാണ്. റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പറയുന്നതനുസരിച്ച് ഈ ആണവ അന്തർവാഹിനിയും അതിലെ റോബോട്ടിക് സംവിധാനങ്ങളും റഷ്യയുടെ സമുദ്രാതിർത്തികൾ സുരക്ഷിതമാക്കാനും ലോകമഹായുദ്ധത്തിന്റെ വിവിധ പ്രദേശങ്ങളിലെ ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും കഴിയുമെന്ന നിലപാടിലാണ്. പുതിയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധ ശേഷി വികസിപ്പിക്കാനുള്ള റഷ്യയുടെ നീക്കമാണ് ഈ കപ്പലിന്റെ പുറത്തിറക്കലിൽ സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്.